ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാനും സുഖമായിട്ടിരിക്കണോ. അപ്പോൾ നമ്മുടെ രാവിലത്തെ ചായയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഉച്ചയൂണിനുള്ള സംഭവങ്ങളാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊരു പുളിങ്കറി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുമ്പളങ്ങി, തക്കാളി, പരിപ്പും ഒക്കെ പരിപ്പും വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളകും വേണമെങ്കിൽ 2 വെണ്ടയ്ക്കയും കൂടെ ചേർക്കാം. അങ്ങനെയുള്ളൊരു പുളിങ്കറിയാണ് ഉണ്ടാക്കുന്നത്. കഷ്ണം വേവിച്ചതിന് ശേഷം മുളകും മഞ്ഞളും ചേർത്ത് കഷ്ണം വേവിച്ചതിന് ശേഷം കുറച്ച് പുളിയും കൂടെ ചേർക്കണം. നാളികേരം അരച്ച് ചേർക്കണം. കുറച്ച് ജീരകം കൂടെ അരച്ച് ചേർക്കും. പിന്നെ കടുകും കറിവേപ്പിലയും ഉലുവയും വറവും ചേർത്ത് കൊടുക്കും. ഇതാണ് കേട്ടോ കറി. അപ്പം ആ പുളിങ്കറി അങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നത്. പരിപ്പ് ചേർക്കാതെയും പുളിങ്കറി തയ്യാറാക്കാം. പക്ഷേ ഞാൻ തയ്യാറാക്കുന്നത് പരിപ്പും കൂടെ ചേർത്തിട്ടുള്ളൊരു പുളിങ്കറിയാണ്. അപ്പോൾ ഞാൻ കറിക്കുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് വെക്കട്ടെ. പിന്നെ പയർ കൊണ്ടൊരു തോരൻ ഉണ്ടാക്കാണ്ട്. ഇന്നിപ്പോൾ കർക്കിടക മാസം 1-ാം തീയതിയാണല്ലോ. ഇന്നലെ കർക്കിടക സംക്രമമൊക്കെ കഴിഞ്ഞു. ഇന്ന് 1-ാം തീയതിയാണ്. പരിപ്പ് വേവിച്ചൊരു കഷ്ണമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറിലാക്കി വെച്ചതാണ്. അത് അടുപ്പിൽ വെക്കട്ടെ. ഇന്ന് നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. രാവിലെ തൊട്ട് തന്നെ നല്ല മഴയാണ്. രാത്രിയൊക്കെ ശക്തമായ മഴ തന്നെ പെയ്തിട്ടുണ്ട്. അത്രയും മഴയായിരുന്നു. പുറത്തിറങ്ങാൻ പറ്റാതെ ഒരു 5 മിനിറ്റ് നേരമൊക്കെ ഒന്ന് ഇടയ്ക്ക് നിൽക്കണോ, പിന്നെയും ആ നിന്ന അത്രയും നേരത്തെ ശക്തിയിൽ പിന്നെ വീണ്ടും പെയ്യണം. അങ്ങനെ ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ ഇന്നൊക്കെ അങ്ങനെ തന്നെയാണ്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. നമ്മൾ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ എല്ലായിടത്തും നല്ല ശക്തമായ മഴ തന്നെയാണ് കേൾക്കുന്നത്. പിന്നെ ഇവിടെ മഴ പെയ്ത് വെച്ചിട്ട് നമുക്ക് വെള്ളപ്പൊക്കം പോലുള്ള കാര്യങ്ങളൊന്നും ഈ ഭാഗത്തൊന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മഴ പെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എന്നല്ലാതെ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഈ ഒരു ഏരിയയിൽ പൊതുവെ അങ്ങനെയാണ്. കൊച്ചുകേർന്ന പ്രദേശമായതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. വെള്ളത്തിൻ്റെ ഒരു എത്ര മഴ പെയ്താലും വെള്ളപ്പൊക്കം അതുപോലുള്ളൊരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. അത് തന്നെ വലിയൊരാശ്വാസം അല്ലേ. പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷങ്ങൾ? അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഇരുന്ന് റെഡി ആവട്ടെ. തേങ്ങ ചുരണ്ടി വെച്ചിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുക്കും വേണം. അത്രയൊക്കെ പണികളുള്ളൂ. പെൺകുട്ടിയുടെ വിവാഹമായിട്ടുള്ളൊരു കാര്യം നിങ്ങളടുത്ത് സംസാരിക്കാം കേട്ടോ. ഈ കുട്ടിക്ക് അല്പം നിറം കുറവുണ്ട്. അപ്പോൾ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. കല്യാണത്തിന് പയ്യന്മാരൊക്കെ വരുമ്പോൾ അവർ ഇഷ്ടപ്പെടാതെ 1-2 ആൾക്കാരൊക്കെ അങ്ങനെ വന്നൊക്കെ പോകുമ്പോൾ ഈ കുട്ടിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. എൻ്റെ കല്യാണം നടക്കില്ലേ, ഇനി അവർക്ക് എന്നെ ഇഷ്ടപ്പെടാൻ നിറമില്ലാത്തതുകൊണ്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ, അതോ ഞാൻ കാണാൻ ഭംഗിയില്ലാഞ്ഞിട്ടാണോ എന്നൊക്കെ കുട്ടിക്ക് സ്വയം ഒരു തോന്നലെന്ന് മാത്രം. പക്ഷെ കറുപ്പിനും 7 അഴക് എന്ന് പറയുമ്പോൾ നല്ല മുഖശ്രീയുള്ള ഒരു കുട്ടി തന്നെയാണ്. അവൾക്കൊരു തോന്നലെന്ന് മാത്രം. മറ്റുള്ളവരെ കാണുമ്പോൾ അത്ര നിറം ഞാനില്ലല്ലോ എന്നുള്ളൊരു തോന്നലെന്ന് മാത്രം. ഒട്ടും ഭംഗിയില്ലായ്മയൊന്നുമില്ല. അതുകൊണ്ടൊന്നും ആവില്ല. വേറെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടായിരിക്കും വിവാഹം കുറച്ച് വൈകി പോണത്. ചിലരൊക്കെ കാണാൻ വരുമ്പോൾ അത് അവർക്ക് യോജിക്കാതെ പോകുന്നത് കൊണ്ടൊക്കെ ആവാം. അല്ലാതെ ആ കുട്ടിയുടെ കുഴപ്പം കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നുമല്ല. അവൾക്ക് ഒരു തോന്നലെന്ന് മാത്രം. അതുകൊണ്ടാണോ പറ്റാത്തത് അല്ലെങ്കിൽ എന്നെ അവർക്ക് ഇഷ്ടപ്പെടാത്തത് എന്നൊക്കെ അവൾക്കൊരു തോന്നലെന്ന് മാത്രം. പിന്നെ സൗന്ദര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എപ്പോഴും നഷ്ടപ്പെടാവുന്ന ഒരു കാര്യമുള്ളൂ. ഇനി നമുക്ക് സൗന്ദര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. ഇത് രണ്ടും പറ്റും. നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ പിന്നെ ഹെയർ സ്റ്റൈലും മാറ്റാം. നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസങ്ങളുണ്ടാവും. പിന്നെ നമ്മൾ എല്ലാവരും എന്താണ് അത്ര സൗന്ദര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ഇതെല്ലാം ഒരു മേക്കപ്പിൻ്റെ പുറത്ത് തന്നെയാണ് ഒരുവിധം ആൾക്കാരും. നമ്മളിങ്ങനെ പുറത്തുനിന്ന് കാണുമ്പോൾ വിചാരിക്കും അവരൊക്കെ എന്താ അടിപൊളി, നല്ല ലുക്കാണ് കാണാൻ, അല്ലെങ്കിൽ നല്ല നിറമാണ് കാണാൻ. ഇതൊക്കെ കുറേ മേക്കപ്പ് തന്നെയാണെന്നുള്ളത് ആരും വിചാരിക്കുന്നില്ല. ഒറിജിനൽ ബ്യൂട്ടിയൊക്കെ വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് നിറം ഉള്ളതോ അതൊന്നുമല്ല ഒരു സൗന്ദര്യം എന്ന് പറയണത്. അപ്പോൾ അവളോട് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് മേക്കപ്പ് തന്നെയാണ് ഒരുവിധ ആൾക്കാർ. നീ ഒന്ന് നന്നായി ഒരുങ്ങിയാൽ തന്നെ നിന്നെ നീ വിചാരിക്കുന്ന ആൾക്കാരെക്കാളൊക്കെ ലുക്ക് നിനക്കുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞ് അവൾക്കൊരു എന്താണ് ഒരു കോൺഫിഡൻസ് കൊടുത്തു. നന്നായി ഒന്ന് ഒരുങ്ങി നോക്ക്, നല്ല ലുക്ക് ഉണ്ടാവും കാണാൻ. നിറമൊന്നും ഒരു വിഷയം തന്നെയല്ല. പിന്നെ നിറവും സൗന്ദര്യമൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരാൾ നീ വിചാരിക്കുന്ന പോലുള്ളൊരു ഗുണമുള്ള ഒരാളായിരിക്കില്ല. പിന്നെ അവൾക്കുള്ളൊരു തോന്നലായിരുന്നു. ഇപ്പോൾ ഒരാൾ പെണ്ണ് കാണാൻ വരുമ്പോഴോ അല്ലെങ്കിൽ
ആലോചിച്ച് വരുമ്പോഴൊക്കെ അവൾക്കൊരു പേടിയാണ്. അവളെക്കാളും എന്താണ് കുറച്ചും കൂടെയൊക്കെ സൗന്ദര്യമുള്ള അല്ലെങ്കിൽ അത്തരം അങ്ങനെയുള്ള കുട്ടികളൊക്കെ വരുമ്പോൾ ഇനി അവരെ കണ്ടിട്ട് എന്നെ ഇഷ്ടപ്പെടാതെ മറ്റവർ പോവോ, അവർക്ക് കുറച്ചും കൂടി ഭംഗിയില്ലേ, അപ്പോൾ അവരെ ഇഷ്ടപ്പെടുക, എന്നെ ഇഷ്ടപ്പെടാതെ പോവോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെക്കാളും ഞാൻ അങ്ങനെ വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് വരരുത് കേട്ടോ എന്നൊക്കെ അവരോട് പറഞ്ഞിട്ട് കുട്ടികളടുത്ത് പറയും. കാരണം ഇനി അവരെ കണ്ടിട്ട് അവർ ഇവളെയും കൂടിയും താരതമ്യം ചെയ്യുമ്പോൾ അവർക്കാണോ ഭംഗി കൂടുതലെന്ന് തോന്നുമെന്നൊക്കെ വിചാരിച്ചതൊക്കെ അവളുടെ ഒരു തോന്നലുകളായിരുന്നു. ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാതും ഒരു നെഗറ്റീവായിട്ട് തന്നെയാണ് തോന്നുക. ആരെ കണ്ടാലും അവളെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അവളോട് തന്നെയായിരിക്കും ഇഷ്ടം ഉണ്ടാവുക, അല്ലേ? മറ്റാരെ കണ്ടാലും വിവാഹം കഴിക്കാൻ, ഏത് പെൺകുട്ടിയാണ് വിവാഹം കഴിക്കാൻ വിചാരിച്ച് വന്നു വെച്ചാൽ ആൾക്ക് മറ്റാരെ കണ്ടാലും അതല്ല ഇവളെ തന്നെയാണ് വേണ്ടതെന്നുള്ളത് തോന്നും. അപ്പോൾ അവൾ വരുന്ന കുട്ടികളടുത്ത് പറയും, അല്ലെങ്കിൽ അവളുടെ റിലേറ്റീവ്സിൻ്റെ മക്കളൊക്കെ വരുമ്പോൾ അവൾ പറയുന്നതാണ്, അപ്പോൾ ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ, അപ്പോൾ ആ ദിവസം നിങ്ങൾ അങ്ങോട്ട് വരരുത്, അപ്പോൾ അവർ വരുന്നവർക്ക് എന്നെ പറ്റാതെ പോകും എന്നൊക്കെ അവൾ അങ്ങനെ അവരുടെ അടുത്ത് പറയും. നമ്മുടെ കോൺഫിഡൻസും അല്ലെങ്കിൽ നമുക്ക് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്നത് തന്നെയുള്ളൂ. അപ്പോൾ നമ്മൾ ഭംഗിയില്ല അല്ലെങ്കിൽ നമുക്ക് ഇതില്ല എന്നൊന്നും വിചാരിച്ച് ആരും ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ഭംഗി സൗന്ദര്യമൊക്കെ നമുക്ക് കൂട്ടാം. പിന്നെ നമ്മുടെ ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏത് കാര്യമാണെങ്കിലും അത് സാധിക്കും. ഒരു വിവാഹം ആയിക്കോട്ടെ, ബാക്കി എന്ത് കാര്യങ്ങളായിക്കോട്ടെ, നമുക്ക് ആ സമയം വരുമ്പോൾ അത് സാധിച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ ഒരു കോൺഫിഡൻസാണ്. പിന്നെ ഈ ലോകത്തുള്ള എല്ലാവരും ഒന്നും ഒരുപോലെ അല്ലല്ലോ, ആണോ? എല്ലാ സ്ത്രീകളും ഒരുപോലെയാണോ? പല പുരുഷന്മാരും പല സ്ത്രീകളെ ഇഷ്ടപ്പെടുന്നത് ഒരേ ഗുണങ്ങൾ കണ്ടിട്ടാണോ? എല്ലാവരും സൗന്ദര്യം നല്ല നോക്കുക, എല്ലാവരും സമ്പത്തല്ല നോക്കുക, പലരും പല കാര്യങ്ങളിലല്ലേ താല്പര്യം ഉണ്ടാവുക. എല്ലാവരും സൗന്ദര്യത്തിൻ്റെ പുറത്ത് പോണ ആൾക്കാരൊന്നുമല്ല. എന്തായാലും അവൾ എന്തൊക്കെ ചിന്തിച്ചാലും അവൾക്ക് നല്ലൊരു പയ്യനെ തന്നെ കിട്ടി. അത് നല്ല ജോലിയുള്ളൊരു പയ്യൻ തന്നെയായിരുന്നു. അവളെ ഇഷ്ടപ്പെട്ട് വന്ന് അതുപോലെ അവളുടെ നിറത്തിനനുസരിച്ച് നിറമുള്ളൊരു പയ്യൻ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ആ ഒരു പരാതി ഉണ്ടായില്ല. നല്ലൊരു മാരേജ് തന്നെ നടന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്ക് ചെറിയ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ കോംപ്ലക്സ് ഉണ്ടെന്ന് മാത്രം. എനിക്ക് അത് കുറവാണല്ലോ, അല്ലെങ്കിൽ ഇത് കുറവാണല്ലോ, ഞാനിങ്ങനെയാണല്ലോ, അതുകൊണ്ട് എന്നാർക്കും ഇഷ്ടം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലുകൾ ഉണ്ടാവുന്നു മാത്രം. അപ്പം അവളുടെ തോന്നലുകളെല്ലാം തിരുത്തിക്കൊണ്ട് നല്ലൊരു പയ്യൻ തന്നെ അവൾ വിവാഹം കഴിച്ചു. അപ്പോൾ ഇതാ പറയണത്, ഇതൊക്കെ നമ്മളുടെ ഇഷ്ടങ്ങൾ എന്താണോ അതൊക്കെ അറിഞ്ഞു വരാൻ ഈ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നുള്ളതാണ്. ഞാൻ അവളടുത്ത് പറഞ്ഞത് എന്താ പറയുക, സൗന്ദര്യം മാത്രം കണ്ട് വരുന്ന ആൾക്കാരൊന്നുമല്ല ഈ വരുന്ന ആൾക്കാരിൽ ഭൂരിഭാഗം ആൾക്കാരും. പലരും പല മൂല്യങ്ങളിലാവും താല്പര്യം കാണിക്കുക. ചിലവർ സ്വഭാവത്തിലാവും, ചിലവർ പിന്നെ മറ്റു വേറെ വല്ല കാര്യങ്ങളാവും കണ്ടിട്ടാവും. അങ്ങനെ പലരും പല മെൻറ്റാലിറ്റി കൂടെ അല്ലേ. ചിലർക്ക് സൗന്ദര്യം മാത്രമാവും ചിലവരുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ ചിലർക്ക് സാമ്പത്തികം മാത്രമാവും കാഴ്ചപ്പാട്. അങ്ങനെ പല കാഴ്ചപ്പാടുണ്ടാവും പല ആൾക്കാർക്കും. എല്ലാവരും ഒന്നും ഒരുപോലെ ചിന്തിക്കില്ല. പലരും പല വിധത്തിലായിരിക്കും ചിന്തിക്കുക. പലരും പിന്നെ എന്താണെന്നറിയോ, അങ്ങനെ തന്നെക്കാൾ കുറച്ചും കൂടി കൂടുതലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. അല്ലാത്തവരൊക്കെ എന്താണ്, തനിക്ക് ചേർന്ന ആൾക്കാരാരാണോ അവരെ തന്നെയാണ് പലരും ചൂസ് ചെയ്യുക. കാരണം ജീവിതമാണിത് മുന്നോട്ട് കൊണ്ടുപോകണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരം നമുക്ക് ചേർന്ന ആൾക്കാരാവുമ്പോൾ മാത്രമാണ് അത് സ്മൂത്തായിട്ട് പോവുള്ളൂ. പലതരത്തിലുള്ള പിന്നെ ചുറ്റുപാടുകളിൽ നിന്നല്ലേ ഇപ്പോൾ അറേഞ്ച്ഡ് മാരേജൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും വരുന്നത്. അതൊക്കെ പോകുന്നത് തന്നെ എന്തുകൊണ്ടാണ്? അതിനനുസരിച്ചുള്ള ആൾക്കാരായതുകൊണ്ടാണ്. രണ്ട് തട്ടിലുള്ള ആൾക്കാരൊക്കെ ആകുമ്പോഴാണ് അതിനിടയ്ക്ക് ചില പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഒരുവിധം ആൾക്കാരൊക്കെ തന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരാളാണോ, അല്ലെങ്കിൽ തന്നോട് ഒപ്പം ചേർന്ന് പോകാൻ പറ്റുന്ന ആൾക്കാരാണോ എന്നൊക്കെ നോക്കുന്ന പയ്യന്മാരിനായിരിക്കും ഒരുപാട് പേര്. പിന്നെ അപ്പോൾ അങ്ങനെ വെറും സാമ്പത്തിക സൗന്ദര്യം മാത്രം നോക്കി ഇരിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അവിടെ മാരേജ് കഴിയാതെ ഇരിക്കേണ്ടേ എന്നൊക്കെ ഞാൻ അവളോടത്ത് ചോദിച്ചു. ആരെങ്കിലും അങ്ങനെ മാരേജ് കഴിയാതെ ഇരിക്കുന്നുണ്ടോ? എവിടെയെങ്കിലും വളരെ കുറച്ച് 1-2 പേരൊക്കെ ഉണ്ടാവും. അല്ലാത്ത ഒരുവിധം ആൾക്കാരൊക്കെ നമുക്കനുസരിച്ച ആൾക്കാരെ തന്നെ മാരേജ് ചെയ്ത് സുഖമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസും ആത്മവിശ്വാസമൊക്കെ ഞാൻ അവൾക്ക് നൽകി. അപ്പോൾ അവൾ ശരിയാവുമായിരിക്കും, എൻ്റെ ചേച്ചി കല്യാണം നടക്കുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. എന്താ സംശയം? തീർച്ചയായിട്ടും കല്യാണം നടക്കും എന്ന് ഞാൻ അവൾക്കൊരു ആത്മവിശ്വാസം. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ പറയുന്നത് ചെയ്ത് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് ഇഷ്ടമായി. പയ്യൻ എൻ്റെ അതേപോലെയൊക്കെ തന്നെയാണ്, അത്ര നിരക്കെ തന്നെയുള്ളൂ, പിന്നെ
അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അവളുടെ അടുത്ത് അപ്പോഴും പറഞ്ഞത് എന്താണ്, ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ നിനക്കനുസരിച്ച് ഒരാൾ വരും എന്നുള്ളത്, നിന്നെ ഇഷ്ടപ്പെടാൻ പിന്നെ കഴിയുന്ന ഒരാൾ വരും, നീ അത്ര മോശക്കാർ കുട്ടിയൊന്നുമല്ല, നിന്നെ കാണാൻ നിറം കുറവുണ്ടെങ്കിൽ നീ നല്ല സുന്ദരിയായ കുട്ടിയാണ് എന്നൊക്കെ ഞാൻ അവൾക്കൊരു ആത്മവിശ്വാസം കൊടുത്തത്. നീ കണ്ണാടിയിലൊക്കെ ഒന്ന് പോയി നോക്ക്, നിൻ്റെ പിന്നെ ലുക്കിലൊക്കെ ഒന്ന് ചെറിയൊരു മാറ്റമൊക്കെ നിനക്ക് പറ്റും, ഒന്നും കൂടെ ഒക്കെ മേക്കപ്പൊക്കെ ഇട്ട് നോക്ക്, അപ്പോൾ അടിപൊളിയാവും എന്നൊക്കെയാണ് പറഞ്ഞിട്ട് അവൾക്ക് നല്ല കോൺഫിഡൻസ് കൊടുത്തു. പറഞ്ഞ പോലെ തന്നെ അത് കുറച്ചുകൂടെയൊക്കെ നന്നായി ഒരുങ്ങി നടക്കാൻ തുടങ്ങി. എല്ലാവരും എന്താണ് ഫുൾ ഒറിജിനൽ ബ്യൂട്ടി ഒന്നുമല്ല, ഒരുങ്ങി നടക്കുമ്പോൾ തന്നെയാണ് ഈ ബ്യൂട്ടിയൊക്കെ പുറത്ത് വരുന്നത്. പിന്നെ അങ്ങനെ ഒരുങ്ങി നടക്കുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്, നാച്ചുറലായിട്ടുള്ള ഉള്ളത് എന്താണോ അത് മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ അങ്ങനെയാണ് കേട്ടോ, ഓവറായിട്ട് എന്താണ് മേക്കപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ നമ്മളല്ലാതെ ആയി പോകുന്ന പല ലുക്കും ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. ചിലർക്കൊക്കെ ഒറിജിനൽ എന്താണോ നാച്ചുറലായിട്ട് എങ്ങനെ പോകണം അത് തന്നെയാണ് ഇഷ്ടം. വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരുങ്ങി നടക്കുന്നതിനോടും അല്ലെങ്കിൽ ഓവറായിട്ട് മേക്കപ്പ് ഇടുന്നതിനോടൊക്കെ താല്പര്യമുള്ള ആൾക്കാരുള്ളൂ. പിന്നെ സ്ത്രീകളാവുമ്പോൾ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ ബോഡി ലാംഗ്വേജിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ രീതിക്കനുസരിച്ചൊക്കെ കുറച്ചൊക്കെ ഒരുങ്ങി നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ കാണാൻ ചെറിയൊരു ലുക്കൊക്കെ ഉണ്ടാവുള്ളൂ. തീരെ ഒന്നും ചെയ്യാതെ അങ്ങനെ എന്താണ് എങ്ങനെ വെച്ചാൽ അങ്ങനെയെന്നുള്ള പോലെയൊക്കെ നടക്കുമ്പോൾ അതൊരു വൃത്തിക്കും ഭംഗിക്കൊന്നായി തോന്നിക്കില്ല. നമുക്ക് ആപ്റ്റായിട്ടുള്ളത് എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. പിന്നെ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുങ്ങി നടക്കാനുള്ള ഒരുപാട് സംഭവങ്ങൾ സ്ത്രീക്ക് ഇന്ന് മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ കടകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മേക്കപ്പിൻ്റെയും അല്ലെങ്കിൽ ഫാൻസി ഷോപ്പുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. സ്ത്രീകൾക്കാണ് ഈ മേക്കപ്പ് എന്ന് പറഞ്ഞ സംഭവങ്ങൾ വേണ്ടത്. അതിന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന ഷോപ്പുകളും അവിടെയുള്ള സംഭവങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഒരുങ്ങാനുള്ളത് തന്നെയാണ്. അപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുങ്ങി നടക്കുക തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. ഓവറായിട്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് ഒന്ന് ഭംഗിയിലും വൃത്തിക്കൊക്കെ ഒന്ന് ഒരുങ്ങി നടക്കാം. ഇതൊക്കെ ചിന്താഗതി ഉണ്ടാവും ചെയ്യുക, തീരെ ഒന്നും ശ്രദ്ധിക്കും ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് തീരെ ഒരു ആത്മവിശ്വാസം ഉള്ളത്. നമ്മുടെ ആത്മവിശ്വാസത്തിനനുസരിച്ച് നമുക്ക് എങ്ങനെ ഇഷ്ടമുണ്ടോ അതുപോലെയൊക്കെ നമ്മൾ കുറച്ചൊക്കെ ഒരുങ്ങിയൊക്കെ നടക്കാൻ തന്നെ ശ്രമിക്കുക. എൻ്റെ കറി ഇവിടെ വെന്തിട്ടുണ്ട്, വിസിൽ വന്നിട്ട് ഇനി പുളി ചേർക്കണം എന്നിട്ട് തേങ്ങ ചേർക്കണം. അപ്പം ഞാൻ അതൊന്ന് ശരിയാക്കട്ടെ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം.